ശ്രീ ജോൺ ബ്രിട്ടാസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ ബജറ്റിന്റെ പൊതു സ്വഭാവം എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ ബജറ്റിനെ എങ്ങനെ പ്രാഥമികമായി വിലയിരുത്തുന്നു? ഈ ബജറ്റ് രാജ്യത്തിന്റെ ബജറ്റ് അല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്ര ധനകാര്യമന്ത്രി ആന്ധ്രാപ്രദേശ് ബീഹാർ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ പ്രാഥമികമായിട്ടുള്ള പ്രതികരണം. രണ്ട്, ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, യുവാക്കളെ നിങ്ങൾക്ക് തൊഴിലും തരാൻ പറ്റില്ല, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് സംഘടിപ്പിച്ചു തരാം, ഒരു 5000 രൂപ മാസം വെച്ചിട്ട്, അത് ഒരു വർഷത്തേക്ക്. മൂന്ന്, കാർഷിക മേഖല തകർന്നടിഞ്ഞു എന്ന് ഇന്നലെ ഇക്കണോമിക് സർവേയിൽ പറഞ്ഞു. ഇപ്പോൾ പറയുന്നു കാർഷിക മേഖലയിൽ പല പരിഷ്കാരം വരുത്തും, അതിനുവേണ്ടി ഇത്ര തുക മാറ്റിവെക്കുമെന്ന്. 2016 പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ട്, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന്. അത് തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോഴാണ് പുതിയ ചെപ്പടി വിധിയുമായിട്ട് വരുന്നത്. ഇനി കേരളത്തിന്റെ ആംഗിളിൽ കേരളം സമർപ്പിച്ച ഒരു പദ്ധതിക്കും അനുകൂലമായ പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ല. ഇനി അടിസ്ഥാന മേഖലയ്ക്ക് വേണ്ടി അനുവദിക്കുന്ന ദീർഘകാല വായ്പയുടെ വല്ല ആനുകൂല്യം കേരളത്തിന് കിട്ടുകയാണെങ്കിൽ മാത്രമേ അതിനകത്ത് നിന്ന് ഒരു അനുകൂല ഭാവം കാണുന്നുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം ഇറക്കുമതി തീരുവ. നിരവധി ഉൽപ്പന്നങ്ങളുടെ മുകളിലുള്ള തീരുവ കുറച്ചു. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് അടിസ്ഥാന ഇറക്കുമതി തീരുവ. പക്ഷേ കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ, റബ്ബർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേരളത്തിലെ കർഷകരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള യാതൊരുവിധ തീരുമാനവും ഈ ബജറ്റിലുണ്ടായിട്ടില്ല. ആറാമത്തത്, കേരളം കേന്ദ്രത്തിന് സമ്മാനിച്ച 2 സഹമന്ത്രിമാരുണ്ട്. ഒന്ന് സുരേഷ് ഗോപിയും പിന്നെ 2 ജോർജ് കുര്യനും. ഈ 2 പേരും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ പ്രഖ്യാപനങ്ങളും പ്രകടനങ്ങളും നടത്തി. ഒന്ന് കൃഷി, ഒന്ന് ടൂറിസം മേഖലയിൽ, 2 ഈ മത്സ്യബന്ധന മേഖലയിൽ. ആ മേഖലയിൽ ഒരു തരത്തിലുള്ള ഒരു പദ്ധതിയും കേരളത്തിന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പിൽഗ്രിമേജ് ടൂറിസം സർക്യൂട്ടുകളെ കുറിച്ചൊക്കെ ധനമന്ത്രി വാചാലമായപ്പോൾ അതൊക്കെ ബീഹാറിലും ആന്ധ്രയിലും ഒറീസയിലും ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇനി സുരേഷ് ഗോപിക്ക് ഈ മന്ത്രിസഭയെ തുടരാൻ പറ്റുമോ, അതെ തുടരാനുള്ള ഒരു ധാർമ്മികമായ അവകാശം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം വളരെ കൃത്യമായ അക്കമിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കൃത്യമായൊരു വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വളരെ നന്ദി ഒരിക്കൽ കൂടി ജോൺ.